ഇവിടെ തുടങ്ങുന്നു മുണ്ടക്കൈ നിവാസികളുടെ ഒരു ദിവസത്തെ യാത്ര. ഈ കാണുന്ന ബസ് സ്റ്റോപ്പ് വരെയാണ് അന്ന് ബസ് വന്നിരുന്നത്. ഉരുൾപൊട്ടലിന് ശേഷം ഇവിടേക്ക് ബസ്സുമില്ല, ആളുമില്ല. രണ്ടു വർഷം മുമ്പ് വരെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിറയെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു ജംഗ്ഷനാണ് ഈ മുണ്ടക്കൈ ജംഗ്ഷൻ. കടകളിലേക്ക് ചായ കുടിക്കാനും മറ്റ് സാധനങ്ങൾ വാങ്ങാനും എത്തുന്നവർ ഉൾപ്പെടെ വലിയ തിരക്കായിരുന്നു ഇവിടെ. എന്നാൽ ഇന്ന് ചില വിനോദസഞ്ചാരികളും ഏലത്തോട്ടത്തിലേക്ക് പണിയെടുക്കാൻ പോകുന്ന തൊഴിലാളികളെയും ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ മറ്റാരുമില്ല. വർഷമെത്തുമ്പോൾ മുണ്ടക്കൈയും ചൂരൽമലയും ഒരുപാട് മാറിയിട്ടുണ്ട്. മുണ്ടക്കൈയിൽ ഒരാൾ പോലുമില്ല, ചുറ്റും കാടുകയറിയ അവസ്ഥ. എന്നാൽ ചൂരൽമല നേരെ തിരിച്ചാണ്. അതിജീവനത്തിന്റെ പാതയിലാണ് ചൂരൽമല. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1 വയനാട്.